അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാം സമ്പാദിച്ച ഒരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ജമഅ മാലൻ ഹറാമൻ ثم تصدق به لم يكن له فيه أجر. ഒരാള് അന്യായമായ രീതിയിൽ ധാരാളം സമ്പാദിച്ചു, എന്നിട്ടൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി, ചാരിറ്റി ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി 12 ഒക്കെ വാങ്ങിയിട്ട് നിരന്തരമായി ചാരിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അതിൽ യാതൊരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമായ സമ്പാദ്യം വെളുപ്പിക്കാൻ വേണ്ടി അയാൾ എത്ര സംഭാവന ചെയ്തിട്ടും കാര്യമില്ല, കോടിക്കണക്കിന് ആളുകളെ സഹായിച്ചിട്ടും കാര്യമില്ല. അടിസ്ഥാനം ഭദ്രമല്ലെങ്കിൽ ആ സ്വതക്ക അല്ലാഹുവിന് ആവശ്യമില്ല. അയാളുടെ അമലുകൾ, നമസ്കാരമോ നോമ്പോ ഹജ്ജോ പോലെയുള്ള ആ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. 3 ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കില്ല. അവർക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു കേൾക്കൂല. ഇപ്പൊ ലോകത്തെല്ലാ വിശ്വാസികളും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വിശ്വാസികളായ ആളുകൾക്ക് എല്ലാ ദിവസവും 5 നേരം ലോകത്തെ മുഴുവൻ ഉമ്മത്തും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. അത്തഹിയാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവെല്ലാ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിവാദ്യങ്ങൾ പറയുന്നു. മുഴുവൻ സാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരം നമ്മൾ എന്ത് ചെയ്യില്ല, പൂർത്തിയാവൂല എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയിൽ ലോകത്തെ മുഴുവൻ ആളുകൾ എന്ത് ചെയ്യും, ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കാൻ. അതുകൊണ്ട് അങ്ങനെ ലോകത്തെ ഏത് മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ ആരും ഉൾപ്പെടില്ല, 3 ആളുകൾ ഉൾപ്പെടില്ല. അതിലൊന്നാമത്തെ നമസ്കാരം ഒഴിവാക്കിയ ആളാണ്, രണ്ടാമത്തത് ഹറാം സമ്പാദിച്ച ആളാണ്, മൂന്നാമത്തത് കുടുംബബന്ധം വിച്ഛേദിച്ച ആളാണ്.